മുണ്ടൂര് ആരോ അറിഞ്ഞിട്ട പേരാ. സഹോദരാ, ഇതുപോലുള്ള മുണ്ടഴിക്കലുകാർ ഈ ഭൂമിയിൽ പിറക്കുമെന്ന് ഞങ്ങളുടെ പൂർവികർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്കൊരു പാന്റും അതിന്റെ മീതെ ഒരു ലോഹയും അരയിലൊരു കെട്ടും തന്നത്, ഇല്ലയോ? എന്താ വെളിച്ചപ്പാട്? അസാധാരണമായ വേഷത്തിലാണോ പറയെടുക്കാൻ വരുന്നത്? ഇതിലും വലിയ വേഷം ചിലപ്പോ കാണേണ്ടി വരും. ഞാൻ പറ. നീ പറയലടാ, പറയും പറ. ഇനി ഒന്ന് എന്നറിയോ? ദേവി മുണ്ട് വരയ്ക്കും, ഓടിക്കൂ. എനിക്ക് അളിയനെ ഇഷ്ടം. അതിനാണ് ഈ കൊലക്കടി. പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വയ്ക്കുന്നത് പോലെ ഇവിടെ കുട്ടിയുണ്ട് മുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വയ്ക്കുന്നത് നന്നായിരിക്കും. പട്ടി, അയ്യോ, നിങ്ങളൊരു കാര്യം ചെയ്യും, താഴെ കാവിലേക്ക് വെക്കോ, ഞാൻ അങ്ങ് എത്തിക്കൊള്ളാം. അയ്യോ പട്ടി, ദേവി രക്ഷിക്കണേ. ഓടി പട്ടി, പോൻ പട്ടി, ഓടി. ഞാൻ പറഞ്ഞില്ലേ, ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോ അച്ഛൻ മുണ്ടേ ഉടുക്കൂ. സൺഡേ ക്ലാസ്സിൽ ഞങ്ങളെ ബെൽറ്റ് വെച്ച് അടിച്ചതാ ആ അച്ഛൻ. അച്ഛൻ ഇപ്പൊ എന്തിനാ മുണ്ട്? നീ പോയി പറിച്ചോണ്ട് വാ. എനിക്ക് സേർത്ത് തരോ? തരാം. അവൻ എന്റെ മുണ്ടൊരിഞ്ഞു. ഇവിടെ കുഞ്ഞവറ, എടാ കുഞ്ഞവറ, എന്തോ ഒന്ന് ഇത്രടം വരെ വന്നേ. മുട്ടമായിരുന്നു താഴെ പോയി. കുഞ്ഞവറ, പറഞ്ഞോ നീ ഇങ്ങോട്ട് വരണ്ട. എന്താണ് ഉണ്ണി? എന്താണ് കാലത്ത് കഴിച്ചത്? കഴിച്ചതല്ല, അഴിച്ചതാ. കർത്താവ്, ഇത് അച്ഛന്റെ മുണ്ടാണല്ല. ഈശോയെ, അപ്പ അച്ഛന് ഉണ്ണീശോയാ? അച്ഛോ, കൊച്ചു കുട്ടിയാണ്, വികൃതിയാണ്. എന്നിട്ട് എന്തായി? ആ പള്ളിയിൽ അച്ഛൻ മുണ്ട് കുറച്ച് പതുക്കെ തൃപ്തിയായില്ലേ? ചേടാ, ഇടവകയിൽ അച്ഛൻ മുണ്ട് കൊടുത്തോണ്ട് നടക്കുമെന്ന് അവൻ അറിയോ? അവൻ കുഞ്ഞല്ലേ? കുഞ്ഞു നല്ല പെട കൊടുക്കാത്തതിന്റെ കുഴപ്പാ. അവൻ കുഞ്ഞു തന്നെ മാഷേ. ഇതൊക്കെ അവന്റെ വികൃതിയല്ലേ. വലുതാകുമ്പോ ശരിയായിക്കൊള്ളും. എന്റെ കാരണം ആ കൊട്ടയത്ത് തലയിൽ വെച്ച നീങ്ങി നടയുന്നേ. അച്ഛാ, പിച്ചക്കാര് വരുന്നു. അച്ഛനെ കൊണ്ട് വന്നാലേ മാഷ് ക്ലാസ്സിൽ കയറ്റുള്ളൂ പറഞ്ഞോണ്ടാണ് ഈ അച്ഛനെ കൊണ്ട് വന്നേക്കണേ. ക്ലാസ്സിൽ കയറിക്കോ. പാവം. എന്താച്ചോ, എന്താ എല്ലാരും കൂടെ? അച്ഛൻ ക്ഷമിക്കണം. അതൊന്നും സാരമില്ല. അതെങ്കി തരൂ. അച്ഛോ, ഓ, എന്താ ഇത്? അത് ഒരു ടെലഗ്രാം പോലെ നാട്ടുകാർ തയ്യാറാക്കിയ ഒരു നിവേദനോ? അതെ, നിവേദനം. അതിന്റെ ബാക്കി ആരാണെന്ന് പറഞ്ഞു കൊടുക്കുക. ഉള്ളത് പറയാലോ മാഷെ. ഉണ്ണിയെ ചികിത്സിക്കേണ്ടത് നാടിന്റെ ഒരു ആവശ്യമാണ്. അതാണ് നിവേദ്യം. നിവേദ്യല്ല, നിവേദനം. അതെങ്കിൽ അത് തന്നെ. ഞാനിപ്പോ എന്ത് വേണമെന്നാ നിങ്ങൾ പറയുന്നേ? മാഷ് ഒന്നും അറിയണ്ട. കാര്യങ്ങളൊക്കെ ഏറ്റോളാന്ന് വൈദ്യരച്ഛൻ സമ്മതിച്ചിട്ടുണ്ട്. ഇതുപോലെ എത്ര കേസുകൾ ശരിയാക്കിയ ആള് അച്ഛൻ. പിന്നെ എല്ലാവരും ചേർന്ന് ഇത് എന്നോട് പറഞ്ഞപ്പോ അത് ശരിയാണെന്ന് എനിക്കും തോന്നി. മാഷ് പേടിക്കണ്ട, ഇത് ആയുർവേദമാണ്. സ്നേഹപാനം, നസ്യം, ക്ഷീരധാര എന്നൊക്കെ പറയുന്ന ഇതിന്റെ ചികിത്സാവിധികൾ എനിക്കറിയാം. ഉണ്ണിയെ മിടുക്കനാക്കി തരാം മാഷെ. എല്ലാം അച്ഛൻ നോക്കിക്കോളും മാസ്റ്റേ. പിന്നെ ഞങ്ങളൊക്കെ ഇല്ലേ? എന്നാലും അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഇടിക്കാനും പൊടിക്കാനും കുറച്ച് ആൾക്കാർ വേണ്ടി വരും. ഇടിക്കാനും ഇടിച്ചു പൊടിക്കാനും ഞാൻ ഒരാൾ മതി. അവരെത്ര പേരുണ്ടാവും? നിന്റെ ഇടിയല്ല ഭാസ്കര, ആയുർവേദ മരുന്നുകൾ ഇടിക്കാനും പൊടിക്കാനും അരയ്ക്കാനും ഉണ്ടാവും. അപ്പോഴും അരയ്ക്കാൻ പാല് മാറ്റിപ്പിടി വിളിച്ചപ്പോടെ.
അരയ്ക്കാൻ ആള് വേണ്ടേന്ന്. അതിന് പേടിക്കണ്ട, ആള് നമ്മുടെ കയ്യിലുണ്ട്. പഞ്ചവർണത്തിന്റെ നല്ല അരയാ. അച്ഛൻ അറിയൂ? അത് ഞാൻ എങ്ങനെ അറിയാനാ? പരമനായരുടെ കടയിൽ അരയ്ക്കുന്നത് അവളാ. അല്ലേ വെളിച്ചപ്പാടെ? ആ കറി ഞാൻ കൂട്ടിയിട്ടില്ല. അപ്പോ മാഷൊന്നും പറഞ്ഞില്ല. ആ ഇതാ വലിയ ഉരുളി കൊണ്ട് കിട്ടോ. എന്റെ ഈശോയെ ഒന്ന് അടച്ചു വെക്കണ്ടായിരുന്നോരെ. ആശ്രയിരിക്കണ പോലെയല്ല വായി തുറന്നിരിക്കണത്. അയ്യോ ഇതാ അര പോരെ. ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ. ഇതെന്താണ്? കരിപ്പെട്ടി കൊണ്ടുവരാൻ പറഞ്ഞു. ഇതാണ് ഇവിടെ കരിയിട്ട് വെക്കുന്ന പെട്ടി, കരിപ്പെട്ടി. എടോ പണ്ടാരമേ, കരിപ്പെട്ടി ചക്കര എടുക്കാനാ ആ പറഞ്ഞത്. ചക്കരക്ക നിങ്ങൾ കരിപ്പെട്ടി എന്ന് പറയാ. അപ്പൊ പഞ്ചാരക്ക് എന്താ പറയാ? വെള്ളപ്പെട്ടിന്നാ. ഇക്കണക്കിന് കുന്തിരിക്ക എടുക്കാൻ പറഞ്ഞ താൻ കുന്ത ഉരുക്കി കൊണ്ടുവരുമല്ല. ഛോ, ഈ മരപ്പട്ടിനാണ് ഞാൻ കരിപ്പെട്ടി എടുക്കാൻ ഏൽപ്പിച്ചത്. ആ അമ്മു, ഈ കരിപ്പെട്ടി എവിടെ ഇരിക്കാ? ചക്കരേ, അവളെ ഇപ്പൊ ഒന്നിനും വിളിക്കണ്ട. ചക്കരൊക്കെ ഞാൻ എടുത്തരാം. നീ എന്ന് ആ ആടലോടകം കൊണ്ടുവന്നിട്ടുണ്ടോ നോക്ക്. ആട് ഒരു ലോഡാ? അറ്റമാംസ രസായനത്തിനാ? എന്തേ കൺഫ്യൂഷനായ? ഓമനക്കുട്ടേട്ടാ, എന്തോ ഇത്തിരി നെല്ലിക്ക് അപ്പുറത്ത് കൊണ്ട് കൊടുക്കുവോ? പിന്നെ തന്നേക്ക്. ദാ ഇവിടെ ഇരിക്കുന്നു. ഇതാ ആ ഈ ചക്ക. ആ ഇതൊരുമാതിരി കൊലച്ചെറിയായി പോയിട്ടാ. നെല്ലിക്കെന്ന് പറഞ്ഞപ്പോ 5-6 ഉണ്ടാവുന്നു ഞാൻ വിചാരിച്ചു. ഇതൊരു ചാക്കണ്ടല്ല. ഒന്ന് താങ്ങി. ആ ഇതാണ് താങ്ങ്. ഇതിന് കഴിഞ്ഞ ഒറ്റക്ക് താങ്ങായിരുന്നു. ഇത് ഒരു ചാക്കിനകത്ത് 2 ചാക്ക് നെല്ലിക്ക കുത്തിക്കയറ്റി വെച്ചേക്കാനല്ല. ഒടുക്കത്തെക്കാനും. മാഷ കൈപ്പുണ്യം എന്ന് പറയുന്നത് എന്താ വെച്ചോ? മാഷ അടുപ്പേ കയറാനുള്ളതെല്ലാം കയറിയല്ലോ. അച്ഛന്റെ നിർദ്ദേശപ്രകാരം എല്ലാം ചെയ്തിട്ടുണ്ട്. ആ എന്നാൽ ഇനി തല പൊതിച്ചിലുള്ള സാധനങ്ങൾ ഏർപ്പാടാക്കിക്കൊള്ളൂ. ഓ ഓമനക്കുട്ട, എന്താണ്? ആ തലപോച്ചിനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോളൂ. തല പൊതിക്കാനാ കമ്പിപ്പാര മതിയാ? ബ്രദർ, തേങ്ങ പൊതിക്കുന്ന പോലെ തല പൊതിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. തല പൊതിയാനുള്ള മരുന്നുകളെല്ലാം ഇങ്ങ് എടുക്കാനാണ് പറഞ്ഞത്. വെറുതെ ആശിപ്പിച്ചു. ഇവന്റെ തലയിൽ നെല്ലിക്ക ചാക്കല്ല, നെല്ലിക്ക തളമാണ് വെക്കേണ്ടത്. അതിലും വലിയൊരു തളം എന്റെ തലയെ കെട്ടിവെച്ചിട്ടുണ്ടല്ല. ഇവിടുത്തെ പെൺതളം. അത് സ്ത്രീധനം പോലും തരാണ്ട്. തളിരില്ല മാത്രമേ പാടുള്ളൂ. ഒരു പാമ്പിനെ കിട്ടിയിരുന്ന ഈ പാല് കൊടുത്ത് വളർത്തായിരുന്നു. വളർത്താം. പിച്ചക്കാര എന്തെങ്കിലും കൊടുക്കച്ചാ? കൊടുക്കാം. തരാം. ധാര തുടങ്ങാൻ പോകയാകുന്നു. ആരാ? ധാര, ജലധാര. അത് അച്ഛന്റെ ആരാ? എന്താണ് വലിയ ആൾക്കാർ സംസാരിക്കണ്ടില്ലേ? അതിന്റെ ഇടയിലെ വെള്ളം ഒഴിക്കണേ? അതൊന്നും കാര്യമാക്കണ്ട, ഒഴിക്കുക. ഇരിക്കാനൊന്നും എനിക്ക് തരില്ല. എനിക്ക് വെട്ടിട്ട് പോണം. കാണിക്കണേ, ആ കത്തിങ്ങട് തരൂ. അവിടെ ഇരിക്കാൻ കണ്ടോ, ഇപ്പൊ എത്ര നല്ല കുട്ടിയാ. അമ്മ വെള്ളം ഒഴിച്ച എനിക്ക് പനി വരില്ല. മാർദി മാർദി ഉണ്ടാ പക്രു. അപ്പൊ അതായിരുന്ന കാര്യം. മീൻകാരൻ വന്നു. വരണോ? അവിടെ ഉണ്ണീട്ടിന്റെ ഒരു വികൃതികളെ ഞാൻ പറഞ്ഞാലേ അനുസരിക്കൂ. ഇപ്പൊ കാപ്പിട്ടുണ്ട് വരാട്ടോ. കണക്ക് മുഴുവൻ ഇതിലുണ്ട്. മാർക്കറ്റിൽ നിന്ന് കാശ് കിട്ടിയില്ല. നാളെ തരാം. അവര് ഊട്ടാനും ഓർക്കാനും നീ എന്തിനീ പോണത്? കിടത്തി കുളിപ്പിക്കാൻ കൊച്ചുകുട്ടിയൊന്നുമല്ലോ. ഉണ്ണീട്ടും കൊച്ചു കുട്ടിയെ പോലെ തന്നെയാ. ഇവിടുന്ന് പോകുമ്പോണ്ടായിരുന്ന പ്രായമുള്ളൂ ഇപ്പോഴും. കൊച്ചുകുട്ടിയാന്ന് പറഞ്ഞ് കൂടെ നടന്ന് അവസാനം കയ്യിലൊരു കൊച്ചുകുട്ടി ഉണ്ടോ അവിടെ നോക്കിക്കോ. ഗോപേട്ടാ, അവൻ പിണങ്ങിപ്പോയതാ. ആവോ മോളെ, കാര്യം നിന്റെ മുറച്ചെറുക്കനൊക്കെ തന്നെ. എന്നാലും അവനെ നീ സൂക്ഷിക്കണം.